ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്ക് ഇന്നൊരു ആപ്രണ്ട് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് ആയാൽ അത്രയും നല്ലത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്ലോത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സിംഗിൾ ഫോൾഡിൽ ഇതേപോലെ ഒന്ന് ഇടുക. അതായത് ഒറ്റ ഫോൾഡിൽ. നമ്മൾ ചുരിദാറിനും മറ്റുമൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്ലോത്ത് നമ്മൾ 4 ഫോൾഡിലാണ് ഇടുക. പക്ഷേ ഇവിടെ നമുക്ക് ഒറ്റ ഫോൾഡിൽ മാത്രമേ ക്ലോത്ത് ഇടേണ്ട ആവശ്യമുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഫുൾ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. എനിക്കിവിടെ ഫുൾ ലെങ്ത് ആയിട്ട് വേണ്ടത് 35 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് മുകളിൽ മടക്കിയടിക്കാനും 1.5 ഇഞ്ച് താഴെ മടക്കിയടിക്കാനും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടോട്ടലി 38 ഇഞ്ചിലാണ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. അതിന് ശേഷം ആ പോയിൻ്റ് ഇതേപോലെ ഒന്ന് നീട്ടി വരക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ ആ ഭാഗത്തുള്ള ഒരു മെഷർമെൻറ്റ് അടയാളപ്പെടുത്താം. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ചാണ് എടുക്കുന്നത്. എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് 4 ഇഞ്ച് വേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് 5 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇനി അവിടെ നിന്നായിട്ട് നമുക്ക് ആം ഹോൾ എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ നോർമൽ ഒരു 7 ഇഞ്ചിൽ എടുക്കുന്നതിന് പകരം ഇവിടെ കുറച്ച് ലൂസിലായിട്ട് ഞാനിവിടെ 10 ഇഞ്ചിലാണ് ആം ഹോൾ എടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ആം ഹോളിൻ്റെ ആ പോയിന്റിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ചെസ്റ്റിൻ്റെ ഒരു മെഷർമെൻറ്റ് അടയാളപ്പെടുത്താം. ഇവിടെ ഞാൻ 13 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആയിട്ട് എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് 14 ഇഞ്ചിലെ പോയിൻ്റ് ഇതേപോലെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെസ്റ്റിൻ്റെ അവിടെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയ സെയിം മെഷർമെൻറ്റാണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് അവിടെയും അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ആ 14 ഇഞ്ച് സെയിം താഴെയും മാർക്ക് ചെയ്ത് നമുക്ക് ഈ 2 ലൈനുകൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുക. അതായത് ചെസ്റ്റിൻ്റെയും താഴത്തെ ബോട്ടത്തിൻ്റെയും ലൈൻ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഞാനിപ്പോൾ ഇവിടെ നോർമലി നമ്മളെ വീട്ടിലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഏപ്രണിൻ്റെ മെഷർമെൻറ്റിലാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആം ഹോൾ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആം ഹോളിൻ്റെ കോർണറിൽ നിന്ന് ഇതേപോലെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിലൂടെ വേണം നമ്മൾ ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ. ഈ കാണുന്ന രീതിയിലൊന്ന് ആ പോയിന്റിലേക്ക് കൂടി ഒന്ന് വരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഏപ്രിലിൻ്റെ കട്ടിങ് ഏകദേശം ബോഡീൻ്റെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഈ പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നെക്സ്റ്റ് നമുക്ക് 3 സ്ട്രാപ്പുകളുടെ ആവശ്യമുണ്ട്. 2 എണ്ണം സൈഡിലേക്കും 1 നമ്മുടെ മുകളിലേക്കും വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ക്ലോത്ത് ഇതേപോലെ ഒന്ന് മടക്കിയിട്ടിരിക്കുകയാണ്. അതിനുശേഷം ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യാൻ ഞാനിവിടെ 13.5 ഇഞ്ചാണ് ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്യുന്നത്. അതായത് ഇത് ഓപ്പൺ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് 27 ഇഞ്ച് ലെങ്ത്തിലാണ് സ്ട്രാപ്പ് കിട്ടുക. ആ ഒരു ലെങ്ത്തിൽ നമുക്ക് ഇതേപോലെ നീട്ടി വരക്കുക. അതിനുശേഷം വിഡ്ത്തായിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പോയിൻ്റ് ഇതേപോലെ വരച്ച് നമുക്ക് അതൊന്ന് യോജിപ്പിച്ച് ആ പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ലെങ്ത്തായിട്ട് 27 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്തായിട്ട് 2.5 ഇഞ്ചും ഉള്ള ഒരു 2 സ്ട്രാപ്പുകളാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യേണ്ട എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ക്ലോത്ത് ഒന്ന് മടക്കി ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 13.5 ഇഞ്ച് ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്തത്. അതായത് അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 27 ഇഞ്ച് ലെങ്ത്ത് കിട്ടും. ഇനി നമുക്ക് ഈ സ്ട്രാപ്പുകളൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് നമുക്ക് സൈഡിൽ വെക്കേണ്ട 2 പീസ് സ്ട്രാപ്പുകളാണ്. നെക്സ്റ്റ് ഞാൻ നെക്കിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് സ്ട്രാപ്പ് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ലെങ്ത്തായിട്ട് 11.5 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്തായിട്ട് 2.5 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ക്ലോത്ത് ഞാൻ ഫോൾഡ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 23 ഇഞ്ച് ലെങ്ത്തിലാണ് കിട്ടുക. ഇനി നമുക്ക് സ്റ്റിച്ചിങ് പാർട്ടിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ട്രാപ്പിൻ്റെ പണികളൊന്ന് തീർക്കാം. അപ്പോൾ സ്ട്രാപ്പ് ഒന്ന് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വെട്ടിയിട്ട് 2 സൈഡിലൊന്ന് മാർക്ക് ചെയ്യുക. ഇതേപോലെ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ 1/2 ഇഞ്ച് ഇതേപോലെ എൻഡ് വരെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ ഓപ്പോസിറ്റ് വശത്തും 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ 1/2 ഇഞ്ചിലുള്ള ക്ലോത്ത് ഉള്ളിലേക്ക് പോയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അതായത് നമുക്ക് ഒരു 3/4 ഇഞ്ച് വെടുത്തിലായിരിക്കും സ്ട്രാപ്പിൻ്റെ വീതി ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു എൻഡിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3/4 ഇഞ്ച് വീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മുഴുവനായിട്ട് എൻഡ് വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ട്രാപ്പിൻ്റെ ഈ വശത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മറുവശത്ത് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം. അങ്ങനെ ഞാൻ എല്ലാ സ്ട്രാപ്പും 2 വശത്തായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ആം ഹോളിൻ്റെ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. അതിനായിട്ട് 1/2 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. വീണ്ടും ഒരു തവണ കൂടി മടക്കിയിട്ട് നമുക്ക് ഈ ഭാഗം മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു ഭാഗത്തെ ആം ഹോൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറുവശത്തെ ആം ഹോളും സെയിം രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മൾ ആം ഹോളിൻ്റെ ഭാഗം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് ഭാഗം എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒന്ന് 1/2 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഒരു 1 ഇഞ്ച് വീതിയിൽ വീണ്ടും മടക്കുക. രണ്ടാമതായിട്ട് നമ്മൾ മടക്കി വെക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സ്ട്രാപ്പ് ഇതേപോലെ ആം ഹോളിൻ്റെ പോയിൻ്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത പോയിന്റിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ചാക്കിയ സ്ട്രാപ്പിൻ്റെ എൻഡ് ഭാഗം നമ്മുടെ മറ്റേ ആം ഹോളിൻ്റെ കോർണറിൽ വരുന്ന വിധത്തിൽ ഇതേപോലെ വെക്കണം. ഇങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ സ്ട്രാപ്പ്
മടങ്ങി പോവാതിരിക്കാൻ നോക്കണം. എല്ലാം ഒരേ വശത്തേക്കായിരിക്കണം നിൽക്കേണ്ടത്. അങ്ങനെ ഇത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെയാണ് ഫിനിഷ് ചെയ്ത് കിട്ടുക. അടുത്തതായി നമുക്ക് സൈഡ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം അരേഞ്ചിൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്ട്രാപ്പ് ഇതേപോലെ വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ആം ഹോളിൻ്റെ അവിടെ അടിച്ച അതേ രീതിയിൽ വേണം സൈഡ് അടിക്കാൻ. എന്നിട്ട് നമുക്ക് മുഴുവനായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴെ വരെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. മറുവശത്തെ സൈഡും സെയിം രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ താഴെ നിന്ന് തുടങ്ങാം. എന്നിട്ട് അവസാനം സ്ട്രാപ്പ് വരുന്ന രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് കംഫർട്ടബിൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് താഴത്തെ വീതി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒന്ന് അരേഞ്ചിൽ മടക്കിയിട്ട് വീണ്ടും ഒരു ഇഞ്ചിൽ മടക്കി നമ്മൾ മുകളിൽ അടിച്ച അതേ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സൈഡിൽ വെച്ചൊരു സ്ട്രാപ്പ് ഉണ്ടല്ലോ, അതിനൊരു സ്റ്റിച്ച് കൂടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ 2 വശത്തും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് ഫിനിഷ് ചെയ്ത് കിട്ടുക. നെക്സ്റ്റ് നമുക്ക് സ്ട്രാപ്പിന് മുകളിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ഇതേപോലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം താഴേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശേഷം ഇതേ കാണുന്ന പോലെ ക്രോസ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ താഴെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് വശത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടാണ് ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നത്. ഇനി നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നോർമലി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. എൻ്റെ മെഷീനിലും ഇത് അത്ര വർക്ക് ആവാത്തതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തില്ല ഇങ്ങനെ. അടുത്തതായി വരുന്നത് പോക്കറ്റാണ്. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് പോക്കറ്റിൻ്റെ സൈസ് വേണ്ടത് അതിനനുസരിച്ച് എടുത്തിട്ട് മുകളിലത്തെ വശം ഇതേപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മളിപ്പോൾ സ്റ്റിച്ചാക്കിയ ഈ പീസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഞാൻ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് അതിൻ്റെ സെൻറ്ററിലാണ് ഈ പോക്കറ്റിൻ്റെ പീസ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം 3 ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ ഏപ്രിലിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ നമുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.